ഹായ് ഗൈസ്. അപ്പോൾ CSS എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. സോ ഇനി നിങ്ങളെ കമ്പ്യൂട്ടറിൽ CSS കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സോഫ്റ്റ്വെയർസ് ഏതാണെന്നും അതിലെന്തൊക്കെ സെറ്റപ്പാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ CSS എന്ന് പറയുന്നത് HTMLന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റൈൽ ഷീറ്റിനെയാണ് CSS എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ HTML സീരീസ് ചെയ്ത സമയത്ത് അതിൽ യൂസ് ചെയ്ത സെയിം സോഫ്റ്റ്വെയർസും സെയിം സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. സോ HTML സീരീസിൽ സെറ്റപ്പ് വീഡിയോ ആ ഒരു പ്ലേലിസ്റ്റ് വാച്ച് ചെയ്യാത്ത ആൾക്കാർക്ക് ആ സെറ്റപ്പ് വീഡിയോ ഈ വീഡിയോൻ്റെ ഒപ്പം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, ഇപ്പോൾ CSS കോഡ് ചെയ്യാൻ എന്തൊക്കെ സോഫ്റ്റ്വെയർസും ഡീറ്റെയിൽസും ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ പറയാത്തൊരു കാര്യം ഈ ഒരു എക്സ്ട്രാ ഒരു സിംഗിൾ പ്ലഗിനെ കുറിച്ച് മാത്രമാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു HTML CSS പ്ലഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കൂടി നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. സോ അത് HTML CSS നിങ്ങൾ പ്ലഗിൻ ടാബിൽ എക്സ്റ്റൻഷൻസിന് ടാബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. സോ അവിടെ അത് ഇൻസ്റ്റാൾ ചെയ്യുക, ഫ്രീ ആണ്. ദെൻ ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നേരിട്ട് ഈ ഒരു പോർഷനിലോട്ട് നിങ്ങൾ നാവിഗേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിന് യൂസ് ഇപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ HTML വിത്ത് CSS കോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോഡ് ചെയ്യുമ്പോൾ ലൈക്ക് ഓരോ ഇപ്പോൾ ഫസ്റ്റത്തെ 2 ലെറ്റേഴ്സൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ കോഡിൻ്റെ കംപ്ലീഷൻ കിട്ടാവും. ക്ലാസ് അടിക്കുകയാണെങ്കിൽ CL അടിക്കുമ്പോൾ ബാക്കി കംപ്ലീഷൻ കിട്ടാനും നിങ്ങൾ കോഡ് ലൈക്ക് നോക്കിയിട്ട് CSSനെ ഇപ്പോൾ നിങ്ങളെ CSS ഫയലും HTML ഫയലും തമ്മിൽ ഇൻ ബിറ്റ്വീൻ ലിങ്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നൊരു എക്സ്റ്റൻഷനാണ് HTML CSS സപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ആവശ്യമുള്ളൊരു ടൂള്. പിന്നെയും കുറേ അധികം പ്ലഗിൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലഗിൻസ് ഏതെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതേപോലെ നല്ല പ്ലഗിൻസ് ഏതെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രയാണ് CSSനെ സെറ്റപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ആവശ്യമുള്ള എല്ലാ ആപ്ലിക്കേഷൻസും പ്ലഗിൻസും ഒക്കെ എക്സ്റ്റൻഷൻസും ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് ത്രൂ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് CSSലുള്ള ഓരോ പ്രോപ്പർട്ടീസ് നോക്കി തുടങ്ങാം. CSSൽ എന്താണ്, CSS എങ്ങനെ കോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. സോ താങ്ക്സ്.